ഗസയിലെ ആക്രമണം വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി മോഷെ യാലോൺ. ഗസയിൽ അധിനിവേശം നടത്താനും വംശീയ ഉന്മൂലനത്തിലൂടെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനും തീവ്ര വലതുപക്ഷ സർക്കാർ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണകൂടത്തിൽ 2016 വരെ പ്രതിരോധ മന്ത്രിയായിരുന്ന അദ്ദേഹം പറഞ്ഞു. ഉത്തര ഗസയിലെ പട്ടണങ്ങളായ ബൈത്ത് ഹാനൂൻ, ബൈത്ത് ലാഹിയ, ജബലിയ അഭയാർത്ഥി ക്യാമ്പ് എന്നിവ ഇസ്രായേൽ സൈന്യം അടയ്ക്കുകയും സഹായ വിതരണം പൂർണ്ണമായും വിലക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് യാലോണിന്റെ പ്രതികരണം. ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ കടുത്ത വിമർശകൻ കൂടിയായ യാലോണിന്റെ വെളിപ്പെടുത്തൽ. ബൈത്ത് ലാഹിയ ഇപ്പോൾ ഇല്ല, ബൈത്ത് ഹാനൂനുമില്ല. ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ജബലിയിലാണ് ആക്രമണം നടത്തുന്നത്. അവർ യഥാർത്ഥത്തിൽ പ്രദേശത്ത് നിന്ന് അറബികളെ ഉന്മൂലനം ചെയ്യുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗസയിലെ ഇസ്രായേൽ ആക്രമണം യുദ്ധക്കുറ്റമാണെന്നും ഞായറാഴ്ച ഇസ്രായേലിൽ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ യാലൂൺ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.